ഇടുക്കി തൊടുപുഴയിൽ കൈക്കൂലി വാങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥൻ വിജിലൻസിന്റെ പിടിയിലായി. തൊടുപുഴ സ്റ്റേഷനിലെ SI പ്രദീപ് ജോസ് ആണ് പിടിയിലായത്. ചെക്ക് കേസിൽ അറസ്റ്റ് ഒഴിവാക്കാൻ 10,000 രൂപ വാങ്ങുകയായിരുന്നു. ഇയാളെ സഹായിച്ച വണ്ടിപ്പെരിയാർ സ്വദേശി റഷീദും പിടിയിലായിട്ടുണ്ട്. സന്ദീപ് രാജാക്കാട് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സന്ദീപ് രാജാക്കാട്, ഗൂഗിൾ പേ കൊടുത്തായിരുന്നു കൈക്കൂലി എന്ന് കേൾക്കുന്നു, ശരിയാണോ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. അത്തരത്തിൽ തന്നെയാണ്. ഇപ്പോൾ ഗൂഗിൾ പേ വഴിയാണ് ഇയാൾ പണം വാങ്ങിയിരിക്കുന്നത്. അതും തെളിവ് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഇയാളുടെ വണ്ടിപ്പെരിയാറിലുള്ള സുഹൃത്ത് റഷീദിന്റെ ഗൂഗിൾ പേ അക്കൗണ്ടിലേക്കാണ് 10,000 രൂപ കൈക്കൂലിയായി വാങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ചെക്ക് കേസുമായി ബന്ധപ്പെട്ട ഒരു വീട്ടമ്മയാണ് ഈ സ്റ്റേഷനിലെത്തുകയും ഇത് രമ്യമായി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വഴി തേടി എത്തിയത്. അവിടെ ഈ വീട്ടമ്മയുടെ ഭർത്താവ് വിദേശത്താണ്. ഈ വിദേശത്തുള്ള ഭർത്താവിന്റെ സുഹൃത്ത് മുഖേനയാണ് ഇയാൾ 10,000 രൂപ കൈക്കൂലി ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇവരുടെ ന്യായമായ കേസ് ആയതുകൊണ്ട് തന്നെ ഈ പണം നൽകാൻ ഇവർ തയ്യാറായില്ല. തുടർന്ന് വിജിലൻസിൽ ഈ വിവരം അറിയിക്കുകയായിരുന്നു. പിന്നീടാണ് വിജിലൻസ് ഈ പോലീസ് ഉദ്യോഗസ്ഥനെയും ഒപ്പം തന്നെ ഇയാളുടെ സുഹൃത്തിനെയും അടക്കം നിരീക്ഷിച്ചു വരികയും ഈ 10,000 രൂപ ഗൂഗിൾ പേ അക്കൗണ്ട് വഴി വാങ്ങുകയും ചെയ്തിരുന്നു. ഈ വണ്ടിപ്പെരിയാർ സ്വദേശിയായിട്ടുള്ള റഷീദിന്റെ ഗൂഗിൾ പേ അക്കൗണ്ടിലേക്കാണ് പണം എത്തിയത്. ഈ പോലീസ് ഉദ്യോഗസ്ഥനും വണ്ടിപ്പെരിയാറിൽ തന്നെ താമസിക്കുന്ന വ്യക്തിയാണ്. അതാണ് ഇയാളുമായിട്ടുള്ള അടുത്ത ബന്ധം. പിന്നീട് ഈ ഡിജിറ്റൽ തെളിവുകളടക്കം ശേഖരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ രണ്ടുപേരെയും വിജിലൻസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. എന്തായിരുന്നാലും നീതി തേടി എത്തുന്നവരോട് പിടിച്ചുപറി നടത്തുന്നതിന് തുല്യമായ രീതിയിലാണ് ഇത്തരത്തിൽ ചില ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നത്. അതിനെതിരെ പ്രതികരിക്കാൻ ധീരമായി ഇറങ്ങുന്നവർക്ക് മാത്രമാണ് ഇത്തരത്തിൽ ഇവരെ വെളിച്ചത്ത് കൊണ്ടുവരുവാൻ സാധിക്കൂ എന്നുള്ള ഒരു മെസ്സേജ് കൂടി ഇതിനകത്തുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം പോലീസ് ഉദ്യോഗസ്ഥർ അത്ര കണ്ട് ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുകയും അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ബാധ്യതയുമുള്ളവരാണ്. അവരാണ് ഇത്തരത്തിൽ കൈക്കൂലി അടക്കം ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഇടപെടലുകൾ അനിവാര്യമാണ് എന്നാലും സന്ദീപ്, പണ്ടൊക്കെ ഒരു മറയും ഒളിയും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതുപോലും ഇല്ലല്ലോ. ഗൂഗിൾ പേ വഴിയൊക്കെയാണ് കൈക്കൂലി വാങ്ങുന്നത് അല്ലേ? ഇപ്പോൾ ചോദിക്കാൻ മടിയില്ല എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണ്. കൈക്കൂലി ആവശ്യപ്പെടുന്നത് അത് എന്റെ അവകാശമാണ് എന്നുള്ള തരത്തിലാണ്. ഇത് ഞാൻ ചെയ്തു തരണമെങ്കിൽ എനിക്ക് ഇത്ര രൂപ വേണം, അതെന്റെ അവകാശമാണ് എന്ന തരത്തിലേക്ക് കൈക്കൂലി വാങ്ങുന്നവർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത്തരം സംഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. പക്ഷേ ചിലരെങ്കിലും ഇത്തരത്തിൽ പ്രതികരിക്കാൻ തയ്യാറാകുമ്പോൾ ഈ നിയമ സംവിധാനം ഇവിടെയുണ്ട്. അതിലൂടെ ഇത്തരം ആളുകളെ കുടുക്കാൻ കഴിയും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഡോക്ടർ അരുൺകുമാർ, അത് കൊള്ളാം. ആ കൂളിംഗ് ക്ലാസ് ഒക്കെ ഇട്ട് നിപ്പ് കണ്ടാൽ തോന്നും SI പ്രദീപ് ജോസ് അഴിമതിക്കെതിരെ കുരിശുയുദ്ധം പ്രഖ്യാപിച്ചൊരു ഹീറോയാണെന്ന്. പ്രദീപ് ജോസ് എന്തായാലും ഒരൊറ്റ ദിവസം കൊണ്ട് 0 ആയി. ചെക്ക് കേസിൽ അറസ്റ്റ് ഒഴിവാക്കാൻ 10,000 രൂപ ഗൂഗിൾ പേ വഴിയാണ് വാങ്ങിയത്. സന്ദീപ് രാജാക്കാടാണ് വിവരങ്ങൾ നൽകിയത്. നാടുപോയ പോക്കി ഗൂഗിൾ പേ വഴിയൊക്കെയാണ് വാങ്ങുന്നത്. കൈക്കൂലിയൊക്കെ വാങ്ങുമ്പോൾ ഗൂഗിൾ പേ നമ്പറിലോട്ട് അയച്ചോളൂ. എന്ത് ധൈര്യമാണെന്ന് ആലോചിച്ച് നോക്കി.